ഇന്ന് നമുക്ക് ഓർക്കാഡ് സ്പീസ് ഉപയോഗിച്ച് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് RC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടും ലോ പാസ് ഫിൽറ്ററുമാണ്. ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ സർക്യൂട്ട് രണ്ടും സിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുന്നതും വേവ് ഫോം ജനറേറ്റ് ചെയ്തെടുക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ രണ്ട് എക്സ്പെരിമെൻ്റ് ഞാൻ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ആ രണ്ട് എക്സ്പെരിമെൻറ്റോടെ ഒന്നിച്ച് ചെയ്ത് ഒന്ന് എല്ലാ ടൂൾസും ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നതും എന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാനിവിടെ ഓർക്കാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എടുക്കാം. കാഡൻസിലാണ് ഈ ഓർക്കാഡ് ഉള്ളത്. കാഡൻസിൽ ഡിസൈൻ എൻട്രി CS എന്നുള്ളത് എടുത്തു. ഇനി നമുക്ക് ഓർക്കാഡ് ക്യാപ്ചറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതുപോലൊരു വിൻഡോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയലിൽ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു പേര് കൊടുക്കണം. അതുപോലെ അനലോഗ് മിക്സഡ് AD ബാർ എന്നുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇത് നമ്മുടെ ചെയ്യേണ്ട എക്സ്പെരിമെൻ്റ് ഏതാണോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഏതാണോ അതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരെന്താണെങ്കിൽ നമുക്ക് ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ലൊക്കേഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രൈവ് സെലക്ട് ചെയ്ത് ആ ഡ്രൈവിലെ നമ്മുടെ പ്രോജക്റ്റ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ OK അടിച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലൊരു പുതിയ ഒരു വിൻഡോ വരും. അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് പ്രോജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് OK അടിക്കുക. അപ്പം നമ്മുടെ സ്ക്രീൻ വരുന്നത് ഇതുപോലെ ആയിരിക്കും. ഇപ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് ബെഞ്ച് വന്നു. ഇതിൽ സൈഡിൽ കുറച്ച് ടൂൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ടൂൾസിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കാം. അപ്പോൾ നമുക്കൊരു കമ്പോണൻസ് എടുക്കണമെങ്കിൽ അതിൽ സൈഡിൽ പിക്ക് കമ്പോണൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലേസ് കമ്പോണൻസ് ഉണ്ട്. ആ പ്ലേസ് കമ്പോണൻസിന് നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്. കീബോർഡിൽ ജസ്റ്റ് P മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ പ്ലേസ് പാർട്ട് എന്നുള്ള ഒരു സബ് വിൻഡോ വരും. അവിടെ നമ്മൾ എടുക്കേണ്ട കമ്പോണൻ്റ് ഏതാണെങ്കിൽ ആ കമ്പോണൻ്റ് അടിച്ചാൽ മതി. അപ്പോൾ ലൈബ്രറിയിൽ ഓൾറെഡി ആഡ് ചെയ്തതാണെങ്കിൽ അവിടെ കമ്പോണൻസ് വരും. ലൈബ്രറി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് ലൈബ്രറി ആഡ് ചെയ്യുകയും കൂടെ ചെയ്യണം. വൺസ് നമ്മൾ ലൈബ്രറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലൈബ്രറി അവിടെ കിടക്കും. സാധാരണ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് ലൈബ്രറി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ലൈബ്രറി ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിവിടെ ഇനി 6 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 6 അതിവിടെ വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റർ ഇവിടേക്ക് വരും. പിന്നെ നമുക്കത് വേണ്ടുന്നത് എവിടെയാണ് അവിടെ പ്ലേസ് ചെയ്യാം. എത്ര റെസിസ്റ്റൻസ് സർക്യൂട്ടിലുണ്ടോ അത്രയും പ്രാവശ്യം നമുക്ക് വീണ്ടും പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിറ്റ് ആകാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ എൻഡ് മോഡെന്ന് അപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ എൻഡ് മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താലും മതി. ഇനി വേണ്ടത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ നമ്മൾ C അടിച്ചു കഴിഞ്ഞാൽ C ബാർ അനലോഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണൻ്റ് ഇവിടെ വരും. കപ്പാസിറ്റർ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇത് പ്ലേസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എൻഡ് മോഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കീബോർഡിൽ R അടിച്ചു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. കപ്പാസിറ്ററും റെസിസ്റ്ററും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഗ്രൗണ്ടാണ്. നമ്മൾ സിമുലേഷൻ ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ഗ്രൗണ്ട് മസ്റ്റാണ്. ഗ്രൗണ്ട് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ 0 ബാർ CAP സിം എന്നുള്ള ഓപ്ഷനാണ് ഗ്രൗണ്ടിന് എടുക്കേണ്ടത്. അതെടുത്ത് OK അടിക്കുക. എന്നിട്ട് നമുക്ക് ഗ്രൗണ്ട് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ളൊരു ഇൻപുട്ട് സോഴ്സാണ്. ഇൻപുട്ട് സോഴ്സ് എടുക്കാനായിട്ട് പ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ PSpice കമ്പോണൻ്റ് എന്നുണ്ട്. അതിൽ സോഴ്സിൻ്റെ സബ്ബായിട്ട് വരും. വോൾട്ടേജ് സോഴ്സാണ് നമുക്ക് വേണ്ടത്. അതിൽ പൾസ് എടുക്കാം. RC ഇൻ്റഗ്രേറ്ററിന് നമുക്ക് വേണ്ടത് പൾസാണ്. അപ്പോൾ നമുക്ക് പൾസ് എടുത്തു. അത് നമുക്കിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. സൂം ചെയ്ത് നമുക്കിതൊന്ന് വലുതാക്കാം. നമ്മൾ പ്ലേസ് ചെയ്ത കമ്പോണൻസിൻ്റെ എല്ലാം വാല്യൂ ചേഞ്ച് ചെയ്യണം. അപ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് കമ്പോണൻസിൻ്റെ വാല്യൂ എഴുതിയിരിക്കുന്നിടത്ത് ആ വാല്യൂ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്ററിൻ്റെയൊക്കെ വാല്യൂ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ
നമുക്ക് ഇൻപുട്ട് സോഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓരോ പാരാമീറ്റേഴ്സും നമുക്ക് വേണ്ടുന്നത് എന്താണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് V1 5 വോൾട്ട് കൊടുക്കാം. ഇനി V2 സെലക്ട് ചെയ്തിട്ട് നമുക്ക് -5 വോൾട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ P2Pക്ക് 10 വോൾട്ട് നമുക്ക് നെറ്റ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ടൈം ഡിലേ നമുക്ക് 0 കൊടുത്താലും മതി. ഇനി റേസ് ടൈമും ഫോൾ ടൈമും നമുക്ക് കൊടുക്കണം. അത് 0 കൊടുത്താലും മതി, ചെറിയ വാല്യൂ വേണേലും കൊടുക്കാം. ഞാൻ 0.01 മില്ലി സെക്കൻഡ് റേസ് ടൈമും ഫോൾ ടൈമും കൊടുക്കുവാണ്. അത് നമുക്ക് 0 കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ഇനി പൾസ് വിഡ്ത്ത് നമുക്ക് കൊടുക്കാം. 0.5 മില്ലി സെക്കൻഡാണ് ഞാൻ പൾസ് വിഡ്ത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈം പീരീഡ് കൊടുക്കാം. ടൈം പീരീഡ് 1 മില്ലി സെക്കൻഡാണ് ഞാൻ ഇതിൻ്റെ ടൈം പീരീഡ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡിൽ പോയി ടൂൾസിൽ നിന്ന് വയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കമ്പോണൻസ് തമ്മിൽ വയർ കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ഷനെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ സൈഡിലത്തെയുള്ള ടൂൾസ് എല്ലാം കൂടെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കാണാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ഇൻപുട്ട് വയറും ഔട്ട്പുട്ട് വയറും നമുക്കിവിടെയുണ്ട്. അതിലെ ഇൻപുട്ട് വയറിനും ഔട്ട്പുട്ട് വയറിനും നമ്മൾ ആ നെറ്റ്വർക്കിന് നെറ്റ് അലിയാസ് എന്ന് പറയും, പ്ലേസ് നെറ്റ് അലിയാസാണ്. അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിന് ഡിഫോൾട്ടായിട്ടൊരു നമ്പറുണ്ട്. ഇതിന് നമ്മുടേതായ രീതിയിൽ ഒരു നെയിം കൊടുത്ത് ലേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നെറ്റ് അലിയാസാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ നെറ്റ് അലിയാസ് എന്ന് പറഞ്ഞാൽ ഇതിവിടെയുണ്ട്, ABC എന്നുള്ള ഇതാണ്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നെറ്റ് അലിയാസ് എടുത്താൽ അതിന് ഒരു പേര് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇൻപുട്ടിന് നമ്മൾ VIN എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്വയർ വരും. അപ്പോൾ ആ സ്ക്വയർ നമ്മൾ എടുത്തു കൊണ്ടുപോയി കറക്റ്റ് ഇൻപുട്ട് വയറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. വീണ്ടും അടുത്ത് നെറ്റ് അലിയാസ് എടുത്ത് നമുക്ക് Vout എടുക്കാം. Vout ടൈപ്പ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഓക്കെ അടിച്ച് ഔട്ട്പുട്ട് വയറിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെനുവിൽ പോയി സ്പേസ് എടുത്തിട്ട് ന്യൂ സിമുലേഷൻ എടുത്ത് നമുക്ക് വരുന്ന ആ വേവ് ഫോമിനൊരു പേര് കൊടുക്കാം. അപ്പോൾ അത് പേര് ലേബിൾ ചെയ്യുന്ന, ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടെന്നോ ഇൻ്റഗ്രേറ്റഡ് വേവ് ഫോമോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മളത് ലേബിളിംഗ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരെന്താണെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഇൻ്റഗ്രേറ്റഡ് വേവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കിത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ന്യൂ സിമുലേഷൻ നമ്മൾ ലേബിൾ ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്ന ഒരു പോപ്പപ്പ് വിൻഡോ നമുക്ക് ടാസ്ക് ബാറിൽ വന്നിട്ടുണ്ട്. ടാസ്ക് ബാറിൽ നമ്മൾ ഐക്കൺ ചെല്ലുമ്പോഴേ ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ സ്പേസ് എടുത്ത് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും താഴെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ടാവും. അതെടുത്ത് കഴിഞ്ഞാൽ സിമുലേഷൻ സെറ്റിങ്സ് ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. സിമുലേഷൻ സെറ്റിങ്സ് നമുക്ക് ജനറൽ സെറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ആ ജനറൽ സെറ്റിങ്സിൽ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം അനലൈസ് ടൈപ്പ് ഉണ്ട്. അനലൈസ് ടൈപ്പ് ഡിഫോൾട്ടായിട്ട് ടൈം ഡൊമെയിൻ ആണ് കിടക്കുന്നത്. നമുക്ക് വേവ് ഫോം കാണാൻ ഇത് ടൈം ഡൊമെയിൻ ആണ് കൊടുക്കേണ്ടത്. അപ്പം ടൈം ഡൊമെയിൻ മാറുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ റൺ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 100 മില്ലി സെക്കൻഡ്. സ്റ്റാർട്ട് സേവിങ് ഡാറ്റ ആഫ്റ്റർ, ഇവിടെ നമുക്കൊരു 95 മില്ലി സെക്കൻഡ് ടൈം കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മാക്സിമം സ്റ്റെപ്പ് സൈസ് കൊടുക്കാം. അതൊരു 10 മൈക്രോ സെക്കൻഡ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോബ് കൊടുക്കണം. നമുക്ക് പ്രോബ് ഇവിടെ പല ടൈപ്പ് പ്രോബുണ്ട്. വോൾട്ടേജ്, കറണ്ട് ഇതൊക്കെയുണ്ട്. നമുക്കിവിടെ വോൾട്ടേജാണ്. വോൾട്ടേജ് പ്രോബ് എടുക്കാം. അത് VIN ഒരെണ്ണം പ്ലേസ് ചെയ്യാം. Vout വീണ്ടും നമുക്ക് പ്ലേസ് ചെയ്യാം. അത് എൻഡ് മോഡ് കൊടുത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് റൺ ചെയ്യുകയാണ്. നമുക്കിവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. പ്ലേ ബട്ടണിൽ റണ്ണ് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതുണ്ട് വീണ്ടും അടുത്തൊരു ടാസ്ക് ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് RC ഇൻ്റഗ്രേറ്ററിൻ്റെ വേവ് ഫോം കിട്ടും.
നമുക്ക് ഇവിടെ വേവ് ഫോം റെഡിയായിട്ട് കാണാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിൽ തന്നെ ലോ പാസ് ഫിൽട്ടർ ചെയ്യാം. ലോ പാസ് ഫിൽട്ടർ ചെയ്യാനായിട്ട് നമുക്ക് ഇൻപുട്ട് സോഴ്സ് നമുക്ക് മാറ്റണം. ഇൻപുട്ട് സോഴ്സ് RC ഇൻ്റഗ്രേറ്ററിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് പൾസാണ്. അത് മാറി നമുക്ക് സൈൻ വേവ് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യമേ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇവിടെ പ്ലേസിൽ പോയി സ്പൈസിൽ സോഴ്സിൽ വോൾട്ടേജ് സോഴ്സിൽ സൈൻ സെലക്ട് ചെയ്യാം. അപ്പോൾ സോഴ്സ് സൈൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് V ഓഫ് 0 കൊടുത്താലും മതി, അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി V ആംപ്ലിറ്റ്യൂഡ് നമുക്കൊരു 5 വോൾട്ട് കൊടുക്കാം. ഇനി ഫ്രീക്വൻസി ഒരു 1 kHz കൊടുക്കാം. ഇനി നമുക്ക് AC എന്നുള്ളത് അത് നമുക്കൊരു 5 വോൾട്ട് 3 5 കൊടുത്താൽ മതി. ഞാനിവിടെ 5 വോൾട്ടാണ് കൊടുക്കുന്നത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്പൈസിൽ പോയി എഡിറ്റ് സിമുലേഷൻ പ്രൊഫൈലുണ്ട്, അതെടുത്താൽ മതി. നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്യാം. നമ്മളിവിടെ ടൈം ഡൊമെയിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് മാറ്റി നമുക്ക് AC സീഡ് പെർ നോയ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിന് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ഫ്രീക്വൻസി നമുക്ക് 20 Hz കൊടുക്കാം. അതുപോലെ എൻഡ് ഫ്രീക്വൻസി ഒരു 100K വരെയും കൊടുക്കാം. അതുപോലെ ഓരോ പോയിൻ്റ് എത്ര പോയിൻ്റാണെന്നുള്ളത് നമുക്കൊരു ഡിക്കേഡ് 10 കൊടുക്കാം. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇത് സേവ് ചെയ്തിട്ട് വീണ്ടും റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് താഴെ ടാസ്ക് ബാറിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ലോ പാസിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇതാണ്, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുന്നതും RC ഇൻ്റഗ്രേറ്ററിൻ്റെ വേവ് ഫോമും ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. താങ്ക് യു.